പോകാനുണ്ടോ? എങ്ങോട്ടാ പോക്ക്? ഇനി പോവാൻ വേറെ സ്ഥലമില്ല സാനെ. വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. പുറത്തു പോയി കടത്തിനല്ലോ ബസ് സ്റ്റാൻഡിലോ കിടക്കാൻ പറ്റില്ല. കള്ളനാന്ന് പറഞ്ഞ് പോലീസ് പോക്കും. ഉള്ളതിൽ ഭേദം ഇവിടെ കൊതുകടി കൊണ്ട് കിടക്കല്ലേ. എനിക്ക് കിട്ടേണ്ട കൊതുകടി നമുക്ക് കുറച്ച് ഷെയർ ചെയ്യും ചെയ്യാം. എന്തൊരു വിധിയാണ്. ജീവിതം നായെന്നൊക്കെ ആശന്റെ ജീവിതം നായെന്നൊക്കെ. നിർത്തി. ആശ ഉറങ്ങട്ടെ വെച്ചിട്ട് പാടിയതാ. ഉറങ്ങിക്കോ ഉറങ്ങിക്കോ. വാവോ ഇത് മന്ത്രം ചൊല്ലാണോ അതോ പിറുപിറുക്കാണോ? ഇത് മന്ത്രം തന്നെയാ. ഇത് മന്ത്രവാദിയ ഭീകര മന്ത്രം. സുനിച്ച നടക്കട്ടെ. കനക തേങ്ങോടാ തേങ്ങോടാ. തേങ്ങോടെ അതേത് സ്ഥലോടെ? അയ്യോ എന്റെ ആശാനെ പൂജ കഴിഞ്ഞു. ഗണപതിക്കുള്ള തേങ്ങ ഉടക്കാനാ പറഞ്ഞത്. തേങ്ങ ഉടക്കി ഇവിടെ ശരിക്കും എറിഞ്ഞുടക്കി ഉടയനോട്ടാ. ക്രിക്കറ്റാ. അപ്പോ പൂജ കഴിഞ്ഞിരിക്കണു. ഒപ്പം സുഹാസിനി ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉദ്ഘാടനവും. ചേച്ചി ഇങ്ങോട്ട് വരിക. ഈ 1ാം ക്ലാസ് പഠിപ്പിച്ചാലും 5ാം ക്ലാസ് പഠിപ്പിച്ചാലും ഗുരു തന്നെയാണ്. താൻ പാതി ഗുരു പാതി എന്ന് കേട്ടിട്ടില്ലേ? ഇല്ലേ? താമ്പാതി ദൈവം പാതി എന്നല്ലേ ഗുരു? അങ്ങനെയാണ് പഴഞ്ചൊല്ല്. പക്ഷേ ഇവിടെ ഗുരു ദൈവമാണ്. അതാണ് നാം അങ്ങനെ പറഞ്ഞത്. തന്ത്രിമാരുടെ തന്ത്രങ്ങൾ അങ്ങനൊരു ബുക്കുണ്ട്. അതിലത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അല്ലേ സുനിച്ച? ഐ കാൻ ബിലീവ് ദാറ്റ്. പിന്നെ ഡ്രൈവിംഗിന്റെ കാര്യത്തിൽ നോം ഒരു ദ്രോണാചാര്യരാണ്. സൂക്ഷ്മത, ഏകാഗ്രത, പതിവ്രത, ഇതെല്ലാം ഞാൻ എന്റെ ശിഷ്യരിൽ വാർത്തെടുക്കും. ഈ പതിവ്രതയും ഡ്രൈവിംഗും തമ്മിൽ എന്താണ് ഗുരു ബന്ധം? അതാണ് എന്റെ ഡ്രൈവിംഗ് പഠനത്തിലെ ഏറ്റവും ഹൈലൈറ്റ് ആയ സംഗതി. എന്താ? അതായത് കൂടുതലും ഡ്രൈവിംഗ് പഠിക്കാൻ വരുന്നത് വീട്ടമ്മമാരും സുന്ദരികളായ പെൺകുട്ടികളുമായിരിക്കുമല്ലോ. അവർക്ക് സുരക്ഷിതത്വ നൽകുന്ന കുറെ ടിപ്സുകൾ എന്റെ ഡ്രൈവിംഗ് ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, എതിരെ വരുന്നവർ ഒരല്പം റോങ് ആയാലും നമ്മൾ സ്ട്രൈറ്റ് ആയിരിക്കും. അപ്പൊ എതിരെ വരുന്നവർ സ്ട്രൈറ്റ് ആയാലോ നമ്മൾ റോങ് ആവും എന്ന് വിചാരിക്കരുത്. ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിച്ച ഒരു കുട്ടിയും ഇന്ന് വരെ ഒരു അപകടം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോ അവരാരും ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടാവില്ല. എന്റെ സുനിച്ച, ഇവക്ക് ഡ്രൈവിംഗ് പോയിട്ട് വണ്ടിയുടെ ABCD പോലും ആ ഇവളെയാണ് സുനിച്ചൻ ഡ്രൈവിംഗ് ടീച്ചർ. നോ പ്രോബ്ലം. കപ്പലണ്ടി കച്ചവടക്കാരനെ കപ്പൽ മുതലാളിയാക്കണ പണിയാണ്. ഐ കാൻ ബിലീവ് ദാറ്റ്. എല്ലാം നിന്റെ കയ്യിലാണ്. ഇവക്കൊന്നും അറിയില്ല. എന്തുണ്ടായാലും ഉത്തരവാദിത്തം നിനക്ക് മാത്രം. അതൊക്കെ ഞാൻ എന്നാ എന്നെ ഗുരുവായി മനസ്സിൽ പ്രതിഷ്ഠിച്ച് ഒരു ദക്ഷിണ ഇങ്ങോട്ട് വെക്കാം. ഒരു സെക്കൻഡ് വെക്ക. എളുപ്പാട്ട മുഹൂർത്ത സമയമായി. ആഹ്വാനത്തിന് മുമ്പ് ദക്ഷിണ വാങ്ങിക്കണമെന്നാണ് നിയമം. വെക്ക. ഒന്ന് എളുപ്പമായിക്കോട്ടെ. അത് മതി അത് മതി. വെക്ക. മനസ്സിൽ നന്നായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ? പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നന്നായി വരും. ഞാനും എന്റെ ആശാനും. ഇനി ഭർത്താവായ എന്റെ ആശാന് ഒരു ദക്ഷിണ കൂടെ നൽകുക. ആ ദക്ഷിണ ഇങ്ങോട്ട് എടുത്തട്ടെ. ഇനി അങ്ങോട്ട് കൊടുക്ക. അങ്ങനെ ഗുരുവിനെ പ്രദർശിച്ചു. ഇനി ഒരു വിളക്കും വെച്ച് ചന്ദനത്തിനും കത്തിച്ചാ മതി. പ്രതിഷ്ഠ പൂർത്തിയായിരിക്കണോ? ഗുരു ക്ഷമിക്കണം. സാരില്ല. വീഴ്ചക്കുള്ള മൂലകാരണം ചിന്തിച്ചപ്പോ മനസ്സങ്ങോട്ട് നിറഞ്ഞിരിക്കണോ? ഇനിയിപ്പോ അങ്ങോട്ട് താമസിക്കണ്ട. നമുക്ക് പഠനം കൂടെ തുടങ്ങി വെച്ചാലോ? വന്നങ്ങോട്ട് കേറുക. ആനയോടാണ് കേറാൻ പറഞ്ഞത്, പാപ്പാനോടല്ല. ഇറങ്ങി അങ്ങോട്ട് എന്നിട്ട് കേറുക. വരൂ. എവിടെയായിരുന്നു സ്റ്റാർട്ടിംഗ് സാധനം? ഇപ്പൊ ശരിയാക്കി.
സോ പഠിപ്പിക്കാൻ ഇനി വേറെ വണ്ടി നോക്കേണ്ടി വരും. ടാ. പേടിക്കണ്ടേ? രക്ഷപ്പെട്ടു, ഭാഗ്യം. ടാറ്റാ, ബൈ ബൈ. ഇതെന്താ വണ്ടി വളഞ്ഞു തിരിഞ്ഞു ഇങ്ങനെയൊക്കെ പോണേ? വണ്ടി വളയ്ക്കാനും തിരിക്കാനും ആദ്യം പഠിപ്പിക്കണമെന്ന് തോന്നുന്നു ആശാനെ. ആണോ? ഗെറ്റ് ഔട്ട്. പുറത്തേക്ക് ഇറങ്ങി വരാൻ. വരൂ. വാ. വന്നു. ഞാനിപ്പോ ഓടിച്ചത് കണ്ടല്ലോ ചേച്ചി. ഇനി വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ചും ഇതിനെ കുറിച്ച് നിയമങ്ങളെ കുറിച്ചും ഞാൻ ചേച്ചിക്ക് പറഞ്ഞുതരാം. അപ്പൊ ചേച്ചിക്ക് വണ്ടിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഗെറ്റ് ഔട്ട്. അകത്തേക്ക് ഗെറ്റ് ഔട്ട് എന്ന്. ആ, ഞാൻ തുറത്തരാം. കയറിക്കോളൂ. കാലണ്ട് അടുപ്പിച്ചു നോക്ക്. കൈയെടുക്ക്. നേരെ ഇരുന്നല്ലോ. ഇനി ഞാൻ വണ്ടിയെ കുറിച്ച് കുറെ കാര്യങ്ങളും കൂടെ പറഞ്ഞു. ഇതാണ് സ്റ്റിയറിംഗ്. നമുക്ക് നമ്മുടെ തല പോലാണ് വണ്ടിയുടെ സ്റ്റിയറിംഗ്. വളയ്ക്കാനും തിരിക്കാനും ഒക്കെ പറ്റും. കേട്ടല്ലോ? ഇനി ആ ഇടത്തെ സൈഡിൽ കിടക്കുന്ന താക്കോല് കണ്ടോ? അത് വലത്തോട്ടൊന്ന് തിരിച്ചാട്ടെ. ആ, വലത്തോട്ട് തിരിച്ചാട്ടെ. ആ, തിരിച്ചു തിരിച്ചു. പേടിക്കണ്ട പേടിക്കണ്ട. ഇങ്ങനെയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഇടത്തോട്ടൊന്ന് തിരിച്ചു. ഇടത്തോട്ട് താക്കോല്. ആ, ഇങ്ങനെയാണ് വണ്ടി ഓഫ് ചെയ്യുന്നത്. ഇത്രയുള്ള കാര്യം. നിസ്സാരം. ഓണാക്കുക, തിരിക്കുക, വളയ്ക്കുക, ഓഫാക്കുക. പഠിച്ചു. ഇനി പ്രധാനപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ വണ്ടിയെ കുറിച്ച് ഞാൻ അങ്ങോട്ട് പഠിപ്പിക്കും. ശ്രദ്ധിച്ചു കേട്ടോണം. ആ ഇടത് സൈഡിൽ കാണുന്ന കണ്ടോ താഴെ? അതാണ് ക്ലച്ച്. അതിലേക്ക് ചവിട്ടണം. ചവിട്ടാൻ പാടില്ല ചെരുപ്പിട്ട്. അത് നമ്മുടെ ദൈവമാണ്. അയ്യോ, 3 ദൈവങ്ങളുണ്ടല്ലോ. 33 ദൈവങ്ങളില്ലേ നമുക്ക്? ആ കൂട്ടത്തിൽ ഈ 3 ദൈവങ്ങളെ കൂടെ കൂട്ടണം. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അത് ദൈവമാണ്. ചെരുപ്പിടാതെ ചവിട്ടു. ആ, ഇത് ഗിയർ. ഇനി അതിന്റെ തൊട്ടടുത്തിരിക്കുന്നത് കണ്ടോ? അതാണ് ബ്രേക്ക്. പഠിച്ചല്ലോ. അതിന്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന സാധനം കണ്ടോ? അതാണ് ആക്സിലേറ്റർ. വണ്ടിയുടെ ആക്സിലേറ്റർ. പഠിച്ചല്ലോ. പഠിച്ചു. ഇനി ഒന്നുകൂടെ പറഞ്ഞേ. ഇത് ക്ലച്ച്, ഇത് ഗിയർ, ബ്രേക്ക്, ആക്സിലറേറ്റർ. അയ്യോ, ഡ്രൈവിംഗ് ഇത്ര ഈസിയാണോ? ഇങ്ങനെയായിരുന്നെങ്കിൽ നീ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലായിരുന്നടാ. ഞാൻ തന്നെ അങ്ങ് എടുത്തേനെ. അങ്ങനെയാണെങ്കിൽ പാണ്ഡ്യലോർക്കാർക്ക് പണിയായാലും. എന്താ നീ പറഞ്ഞേ? അല്ല, ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ ചേച്ചി ഒന്നുകൂടെ പറഞ്ഞേ. അത് വെരി ഈസി. ഇത് ക്ലച്ച് പോയി, ഇത് ഗിയർ, പോയി. കവിത ഒന്നിന്നേ. കവിത ഒന്നിന്നേ. കവിത ഞാൻ ശല്യപ്പെടുത്താൻ വന്നതല്ല. ഞാൻ മൂലം ഒരുപാട് ബുദ്ധിമുട്ടുള്ള കവിതയ്ക്ക് ഉണ്ടായതായി ഞാൻ അറിഞ്ഞു. എല്ലാത്തിനും ഞാൻ മാപ്പി ചോദിക്കണം. എനിക്ക് പോണം. എനിക്കും പോണം. പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഒരിഷ്ടം എനിക്കുണ്ടായിരുന്നു. ആ ഇഷ്ടം കവിതയ്ക്ക് തിരിച്ചു തരാൻ സാധിക്കില്ല എന്ന് മനസ്സിലായോണ്ട് ഞാൻ പിൻവലിയുന്നു. ഇനി മുതൽ കവിതയ്ക്കൊരു ശല്യമായി ഒരു വഴിയിലും എന്നെ കാണില്ല. അപ്പൊ നല്ല ബുദ്ധിയൊക്കെ തോന്നിയല്ലേ? സാഹചര്യം എന്നെ അതിനെ നിർബന്ധിതനാക്കി എന്ന് പറയുന്നവൻ ശരി. ഒരു സുന്ദരിയായ പെൺകുട്ടിയെയും കെട്ടി നാട്ടിൽ ജീവിക്കണമെന്ന മോഹം ഞാൻ ഉപേക്ഷിക്കുകയാണ്. കാരണം ഞാൻ ദുബായിക്ക് പോവാ. ബെസ്റ്റ് വിഷസ്. ചിലപ്പോ ഇന്ന് നമ്മൾ തമ്മിൽ കണ്ടെന്ന് വരില്ല. ദുബായിക്ക് പോകുന്നത് ജോലി ചെയ്യാനല്ലേ, അല്ലാതെ സൂയിസൈഡ് ചെയ്യാനല്ലല്ലോ. അല്ല, ഇനി ഒരിക്കലും കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ. കവിതയ്ക്ക് എല്ലാം ഒരു തമാശയാ. പക്ഷേ എനിക്ക് എന്റെ ജീവിതം ഒരു തമാശയായി കാണാൻ പറ്റില്ലല്ലോ. ആ, പിന്നെ എവിടെ പോയാലും എത്ര കുയരങ്ങൾ എത്തിയാലും എന്റെ മനസ്സിൽ ഈ രൂപം മാത്രമായിരിക്കും മരിക്കണത് വരെ. പോട്ടെ. ഓക്കെ സംഗതി സക്സസ്. ഞാൻ പറഞ്ഞ കലാപരമായ, സാഹിത്യപരമായ, സൈക്കോളജിക്കൽ അപ്രോച്ച് അത് ഭംഗിയായി വർക്കൗട്ട് ആയിട്ടുണ്ട്.
മനസ്സിലായില്ല. മനസ്സിലായില്ലേ? എങ്കിൽ പറയാം കേട്ടോ. അത് ശരി. ഇതല്ല അപ്പൊ ഞാൻ തന്നെ ചെയ്യേം വേണം, റോഡിൽ കൂടി പോകുന്ന ആളുകളെ മുഴുവൻ നോക്കുകയും വേണം അല്ലേ? എന്റെ പൊന്ന് സുനിച്ച, ഞാൻ വണ്ടി ഓടിക്കുമ്പോ ഇതിലെ പകുതി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നിനക്ക് എന്നെ ഒന്ന് സഹായിച്ചുകൂടെടാ? എന്തുമാത്രം ചോറാണ് നിനക്ക് ഞാൻ വിളമ്പി തന്നിട്ടുള്ളത്? ആ നന്ദിയെങ്കിലും ഒന്ന് കാണിച്ചുകൂടെടാ നിനക്ക്? ശരി 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 എന്റെ ചേച്ചി, ഞാൻ ഓടിച്ച ഞാനല്ലേ പഠിക്കൂ. ചേച്ചി പഠിക്കത്തില്ലല്ലോ, അതെന്താ ആലോചിക്കാത്തത്? എന്തായാലും കുഴപ്പമില്ല, തൽക്കാലം കുറെ കാര്യങ്ങള് ഞാനും കൂടി ചെയ്തു തരാം കേട്ടോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, കുറെ അങ്ങ് ചെന്ന് കഴിയുമ്പോ ചേച്ചൻ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കേണ്ടി വരും. എന്താ, സമ്മതിച്ചോ? നനഞ്ഞു പോയില്ലേ? ഇനി കുളിച്ചു കയറാതെ വേറെ മാർഗമില്ലല്ലോ. ആ അതാണ്, ഐ ക്യാൻ ബിലീവ് ദാറ്റ്. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഈ ചിത്രം കണ്ടോ? സൂക്ഷിച്ചു നോക്ക്. ആ, എന്താ ഇത്? പ്രേമത്തെ കുറിച്ച് ഞാൻ കണ്ടെത്തിയ ചില വിലപ്പെട്ട കണ്ടെത്തലുകൾ. ഞാൻ അവളുടെ ഒരു അമ്മാവനാണ്. എന്നാലും നീ ചെയ്തു തന്ന സഹായങ്ങൾ വെച്ച് നോക്കുമ്പോ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതാണ് പ്രേമത്തിന്റെ ഗ്രാഫ്. ഇതിലെ പെൻഡുലം എങ്ങോട്ട് തിരിയുന്നു അവിടെ പ്രേമം ജനിക്കും. സെന്റിമെന്റ്സ് ഡയലോഗിൽ വീഴാത്ത പെൺകുട്ടികളില്ല. കണ്ണു നിറഞ്ഞ നായകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നായിക വീടിരിക്കും. ഇവിടെ മാമന്റെ അനന്തരങ്ങൾ വീഴുവോ? മാവന് ആവിളി വേണ്ട, വേദനയോടുകൂടെ തിരിയുന്ന നായകനും നായികയും 2 സ്റ്റെപ്പ് വെച്ചിട്ട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ മോനെ, നിന്റെ പ്രേമത്തിന്റെ അലയടികൾ അവിടെ തിരയായി കയറിക്കൂടി കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. ഞാൻ ഓർക്കുന്നു, പണ്ടെന്റെ കഥാപ്രസംഗത്തിലെ നായകന് ഇതുപോലെ സിറ്റുവേഷൻ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ ഞാൻ അവനെ ദുബായിലേക്ക് പറഞ്ഞു വിട്ടു. പിന്നെ ഇതുവരെ വന്നിട്ടില്ല. അതെന്താ തിരിച്ചൊന്നും നായിക കിട്ടാത്തത്? അതല്ലേ ഹീറോയിസം. ദുബായിക്ക് നായകൻ പോണവരെ കമ്മിറ്റിക്കാരെന്നെ കൊണ്ട് പറയിപ്പിച്ചുള്ളൂ, ബാക്കി പറയിപ്പിച്ചില്ല. അത് പറ. ബാക്കി കഥ ഇനി ഒരിടത്തും പറയരുതെന്നും പറഞ്ഞ് എന്നെ കൊണ്ട് എഴുതി ഒപ്പിടിപ്പിക്കുകയും ചെയ്തു. പിന്നെ എങ്ങനെ നായകൻ തിരിച്ചു വരും? അത് ശരിയാ. പക്ഷെ അതോർത്ത് നീ പേടിക്കണ്ട, നിന്നിലെ നായകനെ എന്റെ അനുദ്രവൽ തിരിച്ചറിയുന്നൊരു കാലം വരും. അതെന്നാ? അതിനെ കാലം ഇങ്ങനെ കിടക്കാണല്ലോ. ദുബായിക്ക് നായകൻ പോണവരെ കമ്മിറ്റിക്കാരെന്നെ കൊണ്ട് പറയിപ്പിച്ചുള്ളൂ, ബാക്കി പറയിപ്പിച്ചില്ല. അത് പറ. ബാക്കി കഥ ഇനി ഒരിടത്തും പറയരുതെന്നും പറഞ്ഞ് എന്നെ കൊണ്ട് എഴുതി ഒപ്പിടിപ്പിക്കുകയും ചെയ്തു. പിന്നെ എങ്ങനെ നായകൻ തിരിച്ചു വരും? അത് ശരിയാ. പക്ഷെ അതോർത്ത് നീ പേടിക്കണ്ട, നിന്നിലെ നായകനെ എന്റെ അനുദ്രവൽ തിരിച്ചറിയുന്നൊരു കാലം വരും. അതെന്നാ? അതിനെ കാലം ഇങ്ങനെ കിടക്കാണല്ലോ. അതൊക്കെ പോട്ടെ. അതെ, എന്റെ കഥാപ്രസംഗ ചാനലിൽ ടെലികാസ്റ്റിന് കയറി എന്തായി? അത് സംസാരിച്ചോ? അടുത്ത ആഴ്ച ഞാൻ തുടങ്ങിയാലോ? അല്ല, അത് വരട്ടെ. മുമ്പ് പറഞ്ഞ പോലെ കാലം അങ്ങനെ കെടുക്കുകയാണല്ലോ, നമുക്ക് ശരിയാക്കാം. ഏത് കൊച്ചു കള്ള, നീ ആള് ജപ്പാനാണല്ലേ? പിന്നെ അല്ലാതെ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത്? ആദ്യം എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവട്ടെ. ഉണ്ടായാൽ അടുത്ത ദിവസം മുതൽ ചാനലിൽ പരസ്യം തുടങ്ങും. എന്ത്? മുതുകുളം മധുകുമാറിന്റെ കഥാപ്രസംഗ പരമ്പര തുടങ്ങുന്നു എന്ന്. ഉറപ്പ്? ഉറപ്പ്. അപ്പൊ പറഞ്ഞ പോലെ. ശരി, ഓക്കേ. ഈശ്വര, ഇനി എന്താ ഒരു വഴി? കവിതക്കാണെങ്കിൽ മണകുണാഞ്ചനോട്ട് ഇഷ്ടമല്ല. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യുക? എത്രയായി? 510. അതെന്തൊരു 10? വെയിറ്റിംഗ് ചാർജാ. മാളു അച്ഛനോട് പോയി കാശ് വാങ്ങിച്ചോണ്ട് വാ. അച്ഛാ, ഈ ഓട്ടോയ്ക്ക് കൊടുക്കാൻ കാശ് വേണം. അപ്പൊ കൊണ്ടുപോയ കാശൊക്കെ തീർന്നോടി. എന്ത് പറയാനോ? അതിനിപ്പോ എന്താ കൊണ്ടുപോയത്? 2-3 ലാച്ച വാങ്ങിച്ചപ്പോഴേക്കും തന്ന കാശൊക്കെ തീർന്നു. അതിന് കൊട്ടനിറയൊന്നും തന്നു വിട്ടില്ലല്ലോ. എടുക്ക്. അതിന് 20 അല്ല, 510. 510? ആ, നീ എന്താ കടയുടെ അകത്തുനിന്ന് ഓട്ടോ എടുത്ത് വന്നോ? കാശിങ്ങിതാ. എന്തോന്നടി ഇതൊക്കെ? മാളു, ആ മാഷ് പറഞ്ഞ കാര്യമൊക്കെ ഒന്ന് അച്ഛനോട് പറഞ്ഞു കൊടുത്തേ. എന്താടേ, ഡാൻസ് മാസ്റ്റർക്ക് ലാച്ച വാങ്ങിച്ചു കൊടുക്കണോ ഇനി? അല്ല അച്ഛാ, നാളെ ഞങ്ങളുടെ റിയാലിറ്റി ഷോയുടെ ഫസ്റ്റ് സ്റ്റേജ്. വൈകിട്ടാണ് ഷോ. രാവിലെ ഡാൻസ് മാസ്റ്റർ എത്തും, എന്നിട്ട് ഫൈനൽ റിഹേഴ്സൽ നടത്തും. അത് കഴിഞ്ഞ് ചാനലിലേക്ക്. അപ്പൊ തിരിച്ചപ്പോഴാ വീട്ടിലേക്ക്? അല്ല, വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ചൊന്നും എന്റെ ഇടയ്ക്ക് പറഞ്ഞില്ലേ, അതുകൊണ്ട് ചോദിച്ചത്. അതിപ്പോ കിട്ടിയാ ഞങ്ങള് ഫ്ലാറ്റ് കൊണ്ടേ വരും. ഓ, പിന്നെ പറഞ്ഞതിൽ ഒരു 5 രൂപ ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ടേ. ATM കാർഡ്. 5 രൂപയൊക്കെ ATM കിട്ടും. സാരമില്ല, 5 രൂപയല്ലേ, എത്രയോ കാശ് ചായ കുടിച്ച് കളയുന്നു. 5 എന്ന് പറഞ്ഞതേ 5 അല്ല, 5000. 5000 രൂപയോ? അപ്പൊ നിന്ന് എത്ര എടുത്തടി? 25 എടുക്കാൻ പറഞ്ഞില്ലായിരുന്നോ? ഒരു 5 കൂടെ എടുത്തു. അങ്ങനെ മൊത്തം 30 രൂപ. 30,000. 30,000 രൂപ. ഇനി ഇതിൽ എത്ര ബാലൻസ് ഉണ്ട്? മിനിമം ബാലൻസ് കാണും.
മിനിമോ? ആ എന്റെ ലാലേട്ടാ, നമുക്ക് എന്തിനാ ഇനി മിനിമം ബാലൻസ് ഒക്കെ? 1.5 കോടിയുടെ ഫ്ലാറ്റ് അല്ലേ നമുക്ക് കിട്ടാൻ പോകുന്നത്? ഫ്ലാറ്റ്. വാ മാളു. ഈശ്വര, കടക്കാരൊന്നും അറിയണ്ട. അറിഞ്ഞ ആ നിമിഷം ആ ഫ്ലാറ്റിന് വിലയിടും. ദൈവമേ, ഈ പോക്ക് എവിടെ ചെന്ന് അവസാനിക്കുന്ന ഒരു പിടുത്തമില്ലോ എനിക്ക്. നീ എന്താണ് ഇങ്ങനെ നടന്നു പഠിക്കുന്നത്? നാളെ പരീക്ഷയുണ്ടോ? ഓ, ഒന്നും പറയണ്ട മമ്മി. മമ്മിയെക്കാളും വലിയ പരീക്ഷ എനിക്ക്. ഇതിനിടയ്ക്കാ ഞാൻ മമ്മിയെ പഠിപ്പിക്കുക കൂടെ ചെയ്യുന്നത്. പക്ഷേ അതിന്റെ റിസൾട്ട് ഒന്നും മമ്മിയിൽ കാണുന്നില്ല. ആര് പറഞ്ഞു റിസൾട്ട് ഇല്ലെന്ന്? ഞാൻ നാളെ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുന്ന ദിവസാ. വണ്ടിയോട്ടം മാത്രമല്ല, മൊത്തത്തിൽ മമ്മി ഒരു സൊസൈറ്റി ലേഡി ആയിട്ട് മാറണം. കളർഫുൾ ആയ ഒരു സൊസൈറ്റി ലേഡി. കുറച്ച് ബുദ്ധിമുട്ടാണ്, എങ്കിലും ഒപ്പിച്ചെടുക്കാം. എനിക്കെന്താടി, ലുക്കില്ലെന്നാണോ നീ പറയുന്നത്? ലുക്കിലല്ല മമ്മി കാര്യം. പിന്നെ ദാ ഇതുപോലുള്ള സ്ലീവ്ലെസ് ബ്ലൗസ് ഒക്കെയാണ് ഇടേണ്ടത്. പറ്റുമോ? ഇത്തരം ബ്ലൗസ് ആണെങ്കിൽ പിന്നെ എന്തിനാടി ഇടുന്നത്? എന്റെ പൊന്നു മോളെ, മറ്റെന്ത് കാര്യം നീ പറഞ്ഞാലും ശരി, ഇത്തരം വേഷം കെട്ടി നടക്കാനൊന്നും ഞാനില്ല. നമ്മളെ വിട്ടേക്കേ. അയ്യേ, ഇതെന്ത് ന്യായം? എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു ഉറപ്പിച്ചതാണല്ലോ. അമ്മ സമ്മതിക്കുകയും ചെയ്തതാ. ഇനിയിപ്പൊ പകുതിക്ക് വെച്ച് മാറ്റാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പൊ ഞാൻ ഈ കോലം കെട്ടണമെന്ന് തന്നെയാണോ നീ പറയുന്നത്? കെട്ടണം. അപ്പൊ ഹൈ ഹീൽഡ് ചെരുപ്പ് ഇടേണ്ടി വരുമോ? ചെരുപ്പ് മാത്രമല്ല, ജീൻസും ടോപ്പും ലിപ്സ്റ്റിക്കും. ഒരു മലയാളി മദാമ എങ്ങനെയാണോ പോകുന്നത് അതുപോലൊക്കെ അമ്മ പോവേണ്ടി വരും. ഇതിനിടയ്ക്ക് ഇംഗ്ലീഷും പറയണം അല്ലേ? പറയണം. എന്റെ അമ്മേ, നാടോടുമ്പോ നടുവേ ഓടണമെന്ന് പറയും പോലെ നമ്മളും ഒപ്പം ഓടിയാലേ ഒക്കൂ. എന്നാലേ കോളേജിൽ അമ്മയ്ക്ക് ഷൈൻ ചെയ്യാൻ പറ്റൂ. അമ്മയുടെ പെർഫോമൻസ് നന്നായാലേ എനിക്ക് കോളേജിൽ പൊളിക്കാൻ പറ്റും. എന്റെ ചക്കര അമ്മയല്ലേ, ഒന്ന് സഹകരിക്ക്. എന്റെ സുഹാസിനി കുട്ടിയല്ലേ, ഒന്ന് സമ്മതിക്ക്. ഇവളെന്നെ സുഖിപ്പിച്ച് കുഴി ചാടിക്കുന്നാ തോന്നുന്നത്. ആട്ടമെങ്കി ആട്ടം. മക്കള് പറഞ്ഞ കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അച്ഛാ, അച്ഛാ, എണീക്കച്ഛാ. ഗുഡ് മോർണിംഗ്. ചായ. നേരം വെളുത്തോ? അല്ല, ഇതെന്താ ചായ കൊണ്ട് നീ വന്നത്? എന്താ എനിക്ക് കൊണ്ടുവരാൻ മേലെ? അതല്ലടി, നിന്റെ അമ്മ എന്തേ? ഓ, അപ്പൊ അതാണ് കാര്യം. രാവിലത്തെ ചായ അമ്മ കൊണ്ടുവന്നാലേ കുടിക്കുന്നൊന്നുമില്ലല്ലോ. ഇല്ലേ? എന്താ കുടിച്ചോ. എന്റെ അച്ഛാ, അമ്മ ഇന്ന് തനിച്ച് ഡ്രൈവ് ചെയ്യുന്ന ദിവസം. ആ, രാവിലെ കുളിച്ചൊരുങ്ങി ക്ഷേത്രത്തിൽ തൊഴുതിട്ട് വണ്ടി ഒറ്റയ്ക്ക് ഓടിച്ചു തുടങ്ങുന്ന അമ്മ പറഞ്ഞു. എന്തുണ്ടെങ്കിലും ദേവി നോക്കിക്കോളൂ അത്ര. ഈശ്വര, അതിന് ദേവി അല്ലല്ലോ മോളെ വണ്ടി ഓടിക്കണേ, അവളല്ലേ. ഇന്ന് ഏതൊക്കെ ആൾക്കാർ ഏതൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കുന്നു ദൈവത്തിന് മാത്രം അറിയാം. രാവിലെ കുളിച്ചൊരുങ്ങി ക്ഷേത്രത്തിൽ തൊഴുതിട്ട് വണ്ടി ഒറ്റയ്ക്ക് ഓടിച്ചു തുടങ്ങുന്ന അമ്മ പറഞ്ഞു. എന്തുണ്ടെങ്കിലും ദേവി നോക്കിക്കോളൂ അത്ര. ഈശ്വര, അതിന് ദേവി അല്ലല്ലോ മോളെ വണ്ടി ഓടിക്കണേ, അവളല്ലേ. ഇന്ന് ഏതൊക്കെ ആൾക്കാർ ഏതൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കുന്നു ദൈവത്തിന് മാത്രം അറിയാം. മോളെ, അറിയാവുന്ന ദൈവങ്ങളൊക്കെ വിളിച്ചോട്ടോ. അതെന്തിനാച്ചാ? ഏത് ദൈവം സഹായിക്കണേന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ, അത് ശരിയാ. മോളെ, നിന്റെ അമ്മ ആദ്യമായിട്ട് വണ്ടി ഓടിക്കുക. എന്നാ പിന്നെ നിനക്ക് കൂടി ആ വണ്ടി കയറി ഒന്ന് പോകാൻ പാടില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ കളിച്ചും ചിരിച്ചും നടക്കുന്നത് അച്ഛനത്ര പിടിക്കുന്നില്ല അല്ലേ? അതല്ലടി, നീ പോയിരുന്നെങ്കിൽ അമ്മയ്ക്ക് അതൊരു സന്തോഷമായേനെ. പക്ഷേ എനിക്ക് സന്തോഷാവില്ലല്ലോ. എന്റെ അച്ഛ, ഇന്നലെ രാത്രി കൂടി അമ്മ ചോദിച്ചതേ ക്ലച്ചാണോ ഗിയർ ആണോ ആദ്യം ചവിട്ടേണ്ടെന്ന്. അപ്പൊ ഇതൊന്നും അറിയാതെയാണോ അവള് വണ്ടി എടുത്തോണ്ട് പോയത്? ആ, അതൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് അമ്മ 10 മിനിറ്റ് കഴിഞ്ഞ ഉത്തരം തന്നത്. എന്തുത്തരം? ബ്രേക്കാണ് ആദ്യം ചവിട്ടേണ്ടെന്ന്. ഇതെന്തോന്നാടി, പല ഭൂമിയിൽ പോണോ? ഏയ്, അത് ഹേമാമ മുകളിൽ ഡാൻസ് പ്രാക്ടീസ് നടത്തുന്നതാ. ഇന്ന് വൈകിട്ടാ ചാനലിലെ റിയാലിറ്റി ഷോ ഉള്ളത്. ഗംഭീര പ്രാക്ടീസാ. മൊത്തത്തിൽ ഇത് അവൾ പൊളിച്ചെടുക്കുന്നാണ് തോന്നുന്നു. അയ്യോ, ചട്ടിയും കലോ, ഇതെന്താ ഇവിടെ കൊണ്ടിട്ടേക്കണേ? കനക, എടാ കനക,
പുറത്തേക്ക് വട്ടം മാത്രം ആശാനെ എന്താ ആശാനെ? ഇതാരുടെ ഈ പൊട്ടിയ ചട്ടിങ്ങളൊക്കെ ഇവിടെ കൊണ്ടിട്ടേക്കണേ? എടുത്ത വേണ്ട. ഇത് കൊണ്ടുവന്നിട്ടതേ ആ നിക്കണ മനുഷ്യനെ കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ചു. ആഹാ, താനായിരുന്നോ? ഇങ്ങോട്ടോ. എന്താടോ തന്നെ തലയ്ക്കാണോ സുഖമില്ലേ? ഈ നാശമൊക്കെ കൊണ്ട് തന്നെ എന്റെ മുമ്പത്തിട്ടേക്കണേ. എന്തോ നടക്കാനൊക്കെ ഇതൊക്കെ? ആശാനെ, ഇത് ദാമോദരൻ ചേട്ടൻ കവലയിൽ ചട്ടിക്കച്ചവടം നടത്തുക. എടാ, അത് ഞാൻ സമ്മതിച്ചു. ഇയാള് കവലയിൽ ചട്ടിക്കച്ചവടോ വട്ടിക്കച്ചവടോ പുട്ടുകച്ചവടോ നടത്തിക്കോട്ടെ. എന്തിനാണ് ഈ പൊട്ടിയതും ചട്ടിയതൊക്കെ എന്റെ ഉമ്മർ തോണ്ടിട്ടേക്കണേ? ഇന്നലെ ഇയാളുടെ കടയുടെ മുന്നിലായിരുന്നു സുഹാസിനി ചേച്ചിയുടെ ഡ്രൈവിംഗ് പഠനം. 50 ചട്ടി പൊട്ടിന്ന ഇയാള് പറയണത്. 50 ചട്ടിയോ? 20 ചെടിച്ചട്ടി ഉണ്ടായിരുന്നു. ഓ, എടാ കനക, കനക, എന്തോന്നാണ് ഞാൻ ഈ കേക്കണേ? ഇത് വെറും സാമ്പിൾ ആശാനെ. ഡ്രൈവിംഗ് പഠനം തുടർന്ന ഇതുപോലെ പലതും കേൾക്കേണ്ടി വരും. ചിലപ്പോ തന്തയ്ക്കും തള്ളയ്ക്കും വരെ വിളി കേൾക്കേണ്ടി വരും.